ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് UDF നേടിയത്. അത് വലിയ ആത്മവിശ്വാസം UDFന് നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ആ വിജയം നിലനിർത്താൻ കഴിയും. ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതിനുശേഷം നടക്കുന്ന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഈ വിജയം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും UDFും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഭരണം UDFന് തന്നെയാണ് എന്ന് UDF നേതാക്കൾ ഉറപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള നീക്കങ്ങളൊക്കെ UDF നേതാക്കൾ നടത്തിക്കഴിഞ്ഞു. ഇപ്പോഴിതാ മലയാള മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഒരു നിഴൽ മന്ത്രിസഭ തന്നെ രൂപീകരിച്ചിരിക്കുന്നു UDF എന്നാണ്. ആരൊക്കെയാണ് മന്ത്രിസഭാംഗങ്ങൾ എന്നല്ലേ? CP ജോൺ കഴിഞ്ഞ എല്ലാ ഇലക്ഷനിലും നിയമസഭയിലേക്ക് മത്സരിച്ച ആളാണ്, തോറ്റുപോയ ആളാണ്. KC ജോസഫാണ്. KC ജോസഫ് ഏകദേശം രാഷ്ട്രീയമൊക്കെ മതിയാക്കി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളാണ്, പ്രായാധിക്യമുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് KC ജോസഫ്. പിന്നീട് MK മുനീറാണ്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്ന രൂപത്തിലായിരിക്കും MK മുനീറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുക. അതോടൊപ്പം മോൻസ് ജോസഫുമുണ്ട്. മോൻസ് ജോസഫ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു പുറമെ PC വിശ്വനാഥ് ഉണ്ട്, റോജി M ജോൺ ഉണ്ട്, AP അനിൽകുമാർ, A വിൻസെന്റ്, സണ്ണി ജോസഫ്. ഇവരെല്ലാവരും ചേർന്ന ഒരു മന്ത്രിസഭയാണ്. മന്ത്രിസഭയ്ക്ക് രണ്ട് മുഖമാണ് നൽകിയിരിക്കുന്നത് UDF. ഒന്ന് നിയമസഭയ്ക്ക് അകത്ത്, മറ്റൊന്ന് നിയമസഭയ്ക്ക് പുറത്ത്. നിയമസഭയ്ക്ക് അകത്ത് ആരൊക്കെയാണ്? PC വിശ്വനാഥ്. എന്തൊക്കെ കാര്യങ്ങളാണ് PC വിശ്വനാഥ് നോക്കുക? ആഭ്യന്തരവും പൊതുവിതരണവും. തൊട്ടടുത്താരാണ്? റോജി M ജോൺ. എന്തൊക്കെ കാര്യങ്ങളാണ്? സാമ്പത്തികം. റോജി M ജോണിനെ സഹായിക്കാൻ AP അനിൽകുമാറുമുണ്ട്. തൊട്ടടുത്ത് A വിൻസെന്റ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രിയാണ് ഇപ്പോൾ A വിൻസെന്റ്. പിന്നീടുള്ളത് പരിസ്ഥിതി, വന്യജീവി, മനുഷ്യ സംഘർഷം പ്രത്യേക വകുപ്പായി എടുത്തിട്ടുണ്ട് കോൺഗ്രസ്. അതിൻ്റെ ചുമതല സണ്ണി ജോസഫിനാണ്. ഇങ്ങനെ നിയമസഭയ്ക്കകത്ത് ഒരു മുഖം, നിയമസഭയ്ക്ക് പുറത്തോ CP ജോൺ സാമ്പത്തികവും ആസൂത്രണവും, വിദ്യാഭ്യാസം KC ജോസഫിനാണ്, ആരോഗ്യം MK മുനീറിനാണ്, കൃഷി മോൻസ് ജോസഫിനാണ്. അങ്ങനെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും രണ്ട് മുഖങ്ങളുള്ള നിഴൽ മന്ത്രിസഭ രൂപീകരിച്ച് സർക്കാരിനെ നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളെ നിരീക്ഷിക്കുക. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, UDFനോട് കൂറു പുലർത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നാണ് VD സതീശൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, എന്നാണ് മലയാള മനോരമയിൽ പറയുന്നത്. ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് അഴിമതി കണ്ടെത്തുക, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക. ഇതൊക്കെയാണ് ഈ നിഴൽ മന്ത്രിസഭയുടെ പണി. അതോടൊപ്പം അടുത്ത സർക്കാർ വരുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനുള്ള ഒരു പ്രകടന പത്രിക കൂടി തയ്യാറാക്കും. ആ പ്രകടന പത്രികയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ നൽകേണ്ട ചുമതലയുമുണ്ട് ഈ മന്ത്രിസഭയ്ക്ക്. നിഴൽ മന്ത്രിസഭയായി മന്ത്രിമാരുടെ പേരും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആരൊക്കെയാണ്? ഞാൻ പറഞ്ഞതല്ല കേട്ടോ, പറഞ്ഞത് മലയാള മനോരമയാണ് എന്നോർക്കണം. മലയാള മനോരമ ആയതുകൊണ്ട്, കോൺഗ്രസിനെ കുറിച്ച് ആയതുകൊണ്ട് തെറ്റാവാൻ ഒരിക്കലും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മന്ത്രിമാരുടെ എണ്ണമായി. ഇനി ആരാണ് മുഖ്യമന്ത്രി? ഈ ചോദ്യം പ്രസക്തമല്ലേ? മുഖ്യമന്ത്രി ആര്? VD സതീശനാണോ മുഖ്യമന്ത്രി? അതല്ല രമേശ് ചെന്നിത്തലയാണോ? അതല്ല KC വേണുഗോപാലാണോ? അതല്ല K സുധാകരനാണോ? അതൊന്നുമല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണോ? ഇതാണ് ചോദ്യം. മത്സരരംഗത്ത് ആദ്യമുണ്ടായിരുന്നത് രണ്ടുപേരായിരുന്നു, VD സതീശനും രമേശ് ചെന്നിത്തലയും. അതിനുശേഷമാണ് KC വേണുഗോപാൽ അതിലേക്ക് ഇറങ്ങി വന്നത്. അദ്ദേഹം കേരളത്തിൽ വന്ന് മത്സരിച്ചത് തന്നെ, ലോക്സഭയിലേക്ക് മത്സരിച്ചത് തന്നെ കേരളത്തിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയാം. KC വേണുഗോപാലിന്റെ അനുയായികൾ അത് പറയുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്നില്ല. പിന്നീടാണ് നാലാമൻ വരുന്നത്, K സുധാകരൻ. KPCC പ്രസിഡന്റായ K സുധാകരൻ എന്തുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. KPCC പ്രസിഡന്റാണ്, കേരളത്തിലെ മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ ഞാനും കൂടി ഉണ്ട് എന്നാണ് K സുധാകരൻ പറയുന്നത്. അത് കഴിഞ്ഞു പോയാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരാൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നേരത്തെ പറഞ്ഞ 5 പേരുകളുണ്ട്: KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, K സുധാകരൻ. 4 പേരുകൾ. ആ 4 പേരുകൾക്കും ഒരു കോമണായ ഒരു കാര്യമുണ്ട്. ഒരു റൗണ്ടിൽ അവരെ നിർത്താൻ പറ്റും. ഏതാണ്? ഇവരെല്ലാവരും പഴയ I ഗ്രൂപ്പാണ്. A ഗ്രൂപ്പിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? A ഗ്രൂപ്പിന്റെ ഏക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട ആളുകൾ കോട്ടയത്ത് പ്രചരിപ്പിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി കോട്ടയത്ത് നിന്നുള്ള ആളായിരിക്കും എന്നാണ്. അടുത്ത മുഖ്യമന്ത്രി കോട്ടയത്ത് നിന്നുള്ള ആളായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്ന ഒരു തിയറി കൂടിയുണ്ട്, ഒരു സിദ്ധാന്തവും കൂടിയുണ്ട് എങ്ങനെ തിരുവഞ്ചൂർ മുഖ്യമന്ത്രിയാകും എന്നതിനെക്കുറിച്ച്. എളുപ്പമാണ്. MLA മാർ മത്സരിക്കുന്നു,
സുധാകരൻ ഗ്രൂപ്പിന് മത്സരിക്കും, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് ഉണ്ടാകും, അതോടൊപ്പം വി ഡി സതീശൻ ഗ്രൂപ്പ് ഉണ്ടാകും, കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ഉണ്ടാകും. ഐ ഗ്രൂപ്പ് ഛിന്ന ഭിന്നമാകും, വിവിധ കഷ്ണങ്ങളാകും. അപ്പോൾ എ ഗ്രൂപ്പ് ഒന്നിച്ചു നിന്നാൽ, എ ഗ്രൂപ്പിന്റെ MLA മാർ ഒന്നിച്ചു നിന്നാൽ പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം നേടാം. അതാണ് തിരുവഞ്ചൂരിന്റെ സിദ്ധാന്തം, തിരുവഞ്ചൂർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയാണ് തിരുവഞ്ചൂരും കളത്തിലിറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിഴൽ മന്ത്രിസഭ വരുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയെ തീരുമാനിച്ചോ? മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ, നിഴൽ മന്ത്രിസഭയെ നയിക്കുന്നത് ആരാണ് എന്ന് തീരുമാനിച്ചാൽ കോൺഗ്രസിനകത്ത് വലിയ അടിയുണ്ടാകും. അതുകൊണ്ട് തന്നെയായിരിക്കണം മലയാള മനോരമ മുഖ്യമന്ത്രി ആരാണ് എന്ന് പറയുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി ആരാണ് എന്ന സൂചന മലയാള മനോരമ നൽകുന്നുണ്ട്. ആ വാർത്തയിൽ, മലയാള മനോരമ കൊടുത്ത വാർത്തയിൽ വി ഡി സതീശന്റെ വാക്കുകളാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. വി ഡി സതീശൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. മലയാള മനോരമ വി ഡി സതീശനെ സ്പോൺസർ ചെയ്യുമോ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. മലയാള മനോരമ ആരെയാണ് സ്പോൺസർ ചെയ്യുന്നത്? അവർ മാത്രമാണ് മുഖ്യമന്ത്രിയായി വന്നിട്ടുള്ളത്. അവർ മാത്രമല്ല, എന്നിരുന്നാലും ഭൂരിപക്ഷം മുഖ്യമന്ത്രിമാരും മലയാള മനോരമ സ്പോൺസർ ചെയ്യുന്നവരാണ്. AK ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കൾ മലയാള മനോരമയുടെ പിന്തുണയോടുകൂടിയാണ് രാഷ്ട്രീയത്തിൽ തെളിഞ്ഞതും മുഖ്യമന്ത്രി പദത്തിൽ വരെ എത്തിയതും. അതുകൊണ്ട് ആരാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി? ആരെയാണ് മലയാള മനോരമ സ്പോൺസർ ചെയ്യുന്നത്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നിഴൽ മന്ത്രിസഭ തീരുമാനിച്ചു. നിഴൽ മുഖ്യമന്ത്രി ആരാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ നൽകിയിട്ടില്ല. അതിനുള്ള ഉത്തരം കണ്ടെത്തിയാൽ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് തമ്മിലടി മൂക്കും എന്നറിയാം. അതുകൊണ്ടായിരിക്കുമോ നിഴൽ മുഖ്യമന്ത്രി ആരാണ് എന്ന് പറയാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. നിലവിൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനായിരിക്കും നിഴൽ മുഖ്യമന്ത്രി എന്ന സൂചന മലയാള മനോരമ നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ ചൊല്ലിയുള്ള തർക്കം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുന്നു. നിഴൽ മന്ത്രിസഭയെ ആര് നയിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം നാളെ മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ സാധ്യതയില്ല. കാരണം മാധ്യമപ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങളൊക്കെ UDF-ന്റെ ഘടകകക്ഷികളാണ്. UDF-നെ അലോസരപ്പെടുത്തുന്ന ഒരു ചോദ്യവും UDF-ന്റെ ഘടകകക്ഷികളിൽ നിന്നുണ്ടാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ നിന്ന് അത്തരം ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഒറ്റയും തെറ്റയും തിരിഞ്ഞ് ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാകും. അന്ന് സ്വാഭാവികമായും കോൺഗ്രസിൽ അതൊരു ചർച്ചയ്ക്കിടയാകും. വലിയ പൊട്ടിത്തെറി ഉണ്ടാകും എന്നൊന്നും പറയുന്നില്ല, ചർച്ചയ്ക്കിടയാകും. അതൊരു നാമ്പാണ്. നാളത്തെ കോൺഗ്രസിൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഒരു തിരി അവിടെ കത്തും എന്ന കാര്യം സംശയമില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.